വിശദമായ വാർത്തകളിലേക്ക്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 3 പേർ കൂടി കീഴടങ്ങി. SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാനും മറ്റൊരു പ്രതിയുമാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 9 അതേസമയം മർദ്ദന വിവരം അറിയിക്കാൻ വൈകിയതിൽ ഡീനിനോട് സർവകലാശാല രജിസ്ട്രാർ വിശദീകരണം തേടി. വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 3 പേർ കീഴടങ്ങി. SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാനും മറ്റൊരു പ്രതിയുമാണ് കീഴടങ്ങിയത്. 8 പ്രതികളെ ഇനിയും കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹരിത, ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ആദ്യം സസ്പെൻഡ് ചെയ്ത 12 പേർക്ക് പുറമെ ഇപ്പോൾ 6 പേരെ കൂടി സർവകലാശാല സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ആദ്യം അറസ്റ്റിലായി, അതായത് ബുധനാഴ്ച പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത 6 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം നടപടികളുടെ ഭാഗമായി അന്വേഷണ വിധേയമായി ആദ്യം സസ്പെൻഡ് ചെയ്ത 12 പേരെയായിരുന്നു. ഈ 12 പേരിൽ ഇപ്പോൾ ഇന്നലെ കീഴടങ്ങിയ കോളേജ് യൂണിയൻ പ്രസിഡന്റും അതുപോലെ തന്നെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും അടക്കം കോളേജ് യൂണിയൻ ഭാരവാഹികളും അടക്കമുള്ള 12 പേരെയാണ് ആദ്യം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ബുധനാഴ്ച മറ്റു വിദ്യാർത്ഥികൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 8 പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അവരിൽ 6 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഈ 6 പേർക്ക് കൂടിയാണ് ഇപ്പോൾ സർവകലാശാല സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 3 പേർ ഇന്നലെ കീഴടങ്ങിയതോടുകൂടി ഇതുവരെ 10 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇനി 8 പേരെ കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പിടികൂടാനുണ്ട്. ഈ 8 പേരും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് കഴിയുന്നത്. ഇവരെ പിടികൂടാൻ ആവശ്യമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഡീനിൻ്റെ സർവകലാശാലയുടെ പ്രോ ചാൻസലറായ മന്ത്രി ജെ ചിഞ്ചുറാണി ഡീനിനെതിരായ കാര്യത്തിൽ പോലും കുറ്റക്കാർക്കെതിരെ രാഷ്ട്രീയവും മറ്റും നോക്കാതെ നടപടിയെടുക്കുമെന്നും ഡീനിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. സർവകലാശാല രജിസ്ട്രാർ ഡീനിനോട് വിശദീകരണം തേടിയതിൽ ഡീനിൻ്റെ മറുപടി എന്ന് പറയുന്നത് താൻ മറ്റു തിരക്കുകളിലായതിനാൽ ഈ മർദ്ദന വിവരം അറിഞ്ഞില്ല എന്നും അറിഞ്ഞയുടൻ തന്നെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങി എന്നുമാണ് ഡീൻ വിശദീകരണം നൽകിയിരിക്കുന്നത്. സർവകലാശാലയുടെ രജിസ്ട്രാർ ഡീൻ മറുപടി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീനാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെ മരണവിവരം അറിയിക്കുന്നതിൽ ഡീൻ വീഴ്ച വരുത്തിയെങ്കിലും മറ്റ് നടപടികളിലൊന്നും തന്നെ ഡീൻ വീഴ്ച വരുത്തിയിട്ടില്ല. ഡോക്ടർ എം കെ നാരായണൻ തന്നെയാണ് സിദ്ധാർത്ഥനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത് എന്നും പറയുന്നുണ്ട്. എന്നാൽ മരണം കുടുംബത്തെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയതിൽ അദ്ദേഹത്തിന് നേരെ നടപടികൾ ഉണ്ടായേക്കാം. മറ്റ് പരാതികളൊന്നും നിലവിൽ ഡീനിന് നേരെ ഉയർന്നിട്ടില്ല. ഈ സർവകലാശാലയിലെ ഈ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കൽപ്പറ്റ ഡിവൈഎസ്പി ടി സജീവൻ്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. വയനാട് SPക്കാണ് ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് പുറമെ മറ്റൊരു DVSP ഉദ്യോഗസ്ഥൻ കൂടി അന്വേഷണ സംഘത്തിലുണ്ടാവും. റാഗിങ്, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ആൾക്കൂട്ട വിചാരണ കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അതേസമയം 3 പേർ കൂടി കീഴടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള 6 പേരെയും സസ്പെൻഡ് ചെയ്തതായി സർവകലാശാല നടപടി ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അതുല്യ.